അത് ശരി, ഇവിടെ തേങ്ങ ചേട്ടനെ ഉള്ള. അത് അമ്മയല്ലേ പറഞ്ഞ പയ്യൻ മതിന്ന്, അതുകൊണ്ടാ. ഞാൻ വിചാരിച്ചു ഇത്രയും വൈകുമെന്ന്. ഇത് എപ്പ ചെന്നിട്ട് എപ്പ കറി വെക്കാൻ അല്ലച്ചു? ഇതൊക്കെ ഇപ്പൊ കഴിയും, പെട്ടെന്ന് കഴിയും. പിന്നെ പെട്ടെന്ന് കഴിയും. അയ്യോ, അമ്മേനെ കാണാത്തോണ്ടേ അമ്മയുടെ പൊന്നുമോനോട് വെപ്രളം പിടിച്ച് കിടക്കുവായിരുന്നു. അമ്മ മ്യൂസിക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, ഒന്നും പറയണ്ട. ആ പ്രസിഡന്റിനെ കത്തി മുഴുവനും സഹിക്കേണ്ടി വന്നു അവിടെ നിന്നിട്ട്. ചൂട് കാലത്തെ എങ്ങനെ പ്രതിരോധിക്കാം, അതായിരുന്നു വിഷയം. അമ്മ അതൊരു നല്ല കാര്യമല്ലേ? ഒന്നില്ലെങ്കിലും ആ പ്രസിഡന്റ് നമുക്കൊരു നല്ല കാര്യം പകർന്നു തന്നില്ലേ? അതുകൊണ്ട് ആ പ്രസിഡന്റ് മോശമാക്കി പറഞ്ഞത് മോശമായി പോയിട്ടോ. ചൂടുകാലത്തെ പ്രതിരോധിക്കാൻ എന്നെ പ്രസിഡന്റ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനേ പടവലം കുട്ടമ്പിള്ളയുടെ മോളാ. കാറ്റും മഴയും വെയിലും ഒക്കെ കണ്ടും കൊണ്ടും തന്നെ ഞാൻ വളർന്നേ. പിന്നെ ഇവിടെ വെയില് വന്നാലും മഴ വന്നാലും അമ്മ കൊടയിലാണ്ട് പുറത്തോട്ട് പോവാറില്ലല്ലോ. അത് ഇപ്പോഴല്ലേ, ഞാൻ പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത്. കേട്ടോടി, ശൂലം കൂടി പൊട്ടി. ശൂലം കൂടി പൊട്ടിയാ? പിന്നെ നിന്റെ അച്ഛനെ എന്നെ പടവലം പൊട്ടി എന്ന് വിളിക്കാൻ, പിന്നെ എനിക്ക് നിന്നെ ശൂലം കൂടി പൊട്ടി എന്ന് വിളിച്ചൂടെ? പിന്നെ അച്ഛനമ്മേനെ അങ്ങനെ വിളിക്കണേ, അമ്മ എന്തിനാ എന്നെ അങ്ങനെ വിളിക്കണം? അമ്മയ്ക്ക് പിന്നെ അച്ഛനെ ശൂലം കൂടി പൊട്ടാന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിളിച്ചത് വിവരം അറിയാലേ. ഓ പിന്നെ വിളിക്കും കേട്ടടാ. കടിഞ്ഞൂല് പോട്ടാ. കടിഞ്ഞൂല് പോട്ടനാ? എന്റെ പൊന്നൊന്ന് നിർത്ത് അമ്മ. ഉച്ചക്ക് നമുക്ക് അപ്പൂപ്പ് കൊണ്ടുവന്ന് കപ്പ കൂട്ടിയും കടിച്ചാല. ഞാൻ അതിന്റെ കാര്യം മറന്നിരിക്കായിരുന്നു. എടാ, ആ കപ്പ് എടുത്ത് പൊളിച്ചേ. വായിക്കേ, എനിക്ക് റെസ്റ്റ് ആടാ, ഒരു 5 മിനിറ്റ് റെസ്റ്റ്. എന്തോന്നത്? നീ എന്തിനാണ് അവന്റെ അടുത്ത് ചൂടാവണേ? നിന്നോടല്ലേ ഞാൻ പറഞ്ഞത്. കപ്പ എവിടെ? കപ്പ ഇനി എന്റെ മുന്നിൽ കൊണ്ടുതരാം. മുടി എടുത്ത് മാറ്റിയിട്ട് കപ്പ നോക്ക്, കണ്ണോർന്ന് നോക്ക്, അപ്പൊ കാണും. ഒരു ഗ്ലാസ് ചായ പോലും എടുത്തു വെക്കൂല ഈ പിള്ളേ. ചായ വെച്ചതാ തീർന്നു. ഇത് ആരെടുത്ത് കുടിച്ചു ഈ ചായയൊക്കെ? കൈ നോക്കണ ബാക്കില്. ലൈറ്ററൊക്കെ എന്തേ ലച്ചു? ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്ക് പോയാ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പിന്നെ വഴിതെറ്റല്ല. നിങ്ങളെ പോലെ തന്നെ ആയിരിക്കും ഇവിടുത്തെ സാധനങ്ങളും. ഇതാണോ ലൈറ്റർ ഇവിടുത്തെ? ഇതാണ് ലച്ചു ലൈറ്റർ. അതെ, ഞാൻ കൊണ്ട് വെച്ചതൊന്നുമല്ല. ഇതല്ലേ ലൈറ്റർ ഇവിടുത്തെ? ഇത് പൊട്ട ഇവിടെ കിടന്നിട്ട് എന്താണ് പാറ എടുത്തിട്ടൊന്നല്ലേ ആ പറമ്പിൽ കിടന്നിട്ട്? അതാരായിട്ട് ഇവിടെ വെച്ചത് ഇപ്പൊ? വിഷ്ണുവേ, വിഷ്ണു, കാല് പറ്റി. ലൈറ്റർ എവിടെ? ലൈറ്റർ എവിടെ? ഗ്യാസ് എത്തിക്കണത് ആരെടുത്തോണ്ട് പോണ? ഈ ഗ്യാസ് എത്തിക്കണ പിന്നെ നിങ്ങളെല്ലാം അടുക്കള കിടന്നില്ല. ഇയാളെ 24 മണിക്കൂറിൽ അടുക്കള കിടക്കണ ആള്. ലൈറ്റർ അല്ലേ? കണ്ണൂർ നോക്ക്. ഇത് എവിടെ നിന്ന് കിട്ടിയപ്പോ? എന്നെ പഠിപ്പിക്കാൻ പറ്റും. സ്വയമായിട്ടൊന്നും പഠിപ്പിക്കൂല. എന്ത് തിരിച്ചിരിക്കണേ? ഞാൻ തന്നെ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയിട്ടത്. കാതൽ റോജാവേ എങ്കേ നീ എങ്കേ കണ്ണീർ വഴിയുതടി കണ്ണീർ കണ്ണുക്കുൾ നീതാ കണ്ണീരിൽ നീതാ കൺമൂടി പാർത്താ നെഞ്ചുക്കുൾ നീതാ എന്നാലതോ ഏതാനതോ. நான் பொட்டை தேடுறேன்டா. பொட்டு வேணும், ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞാൻ എടുത്തു തരാം. இதுக்குள்ள இருக்கு, நான் எங்கேயோ வச்சிருக்கேன். நான் அதை தேடுறேன். இங்க இருந்தது. ஹாய் ടാബ്. ஆமா, இது என்னோட ടാബ്. ആണ് സ്വന്തം ടാബാണോ? ஆமா. ഇതോ? ஆமா, என்னோட அப்பா வாங்கி கொடுத்தாரு ஃபிலிம் பார்க்கிறதுக்கு. ഞാൻ വിജയുടെ ഒക്കെ പടം ഉണ്ടോ? விஜய், சூர்யா, தலைவர் எல்லா படம் இருக்கு இல்ல. ഞാൻ കണ്ടിട്ട് തന്നാ മതിയാ? எடுத்துக்கோ. அதுக்கு எதுக்கு கேட்கணும்? ஏன்ட்டு உன்னோட ടാബ് தானே, எடுத்துக்கோ. താങ്ക് യു ആന്റി. ആന്റി പൊട്ട് കിട്ടിയാ? இல்ல, நான் தேடுறேன். ഓ, கிடைச்சது. കടച്ചാ? അവിടെ നിൽക്ക്, ടാബ് താ. എന്തോ, ഞാൻ സിനിമ കണ്ടിട്ട് വരും. സിനിമ നോക്ക് പിന്നെയാണ് മോനും ടാബ് തന്നെ. പിന്നെ இப்படி நீங்க சண்டை போடுறதுன்னா அது எங்கிட்டே தருங்க, நான் இங்கே வச்சுக்கிறேன். അയ്യോ, എന്തായാലും ആന്റി ഇവളോട് പിടിച്ചോട്ടെ. മോളെ നീ കണ്ടോട്ടാ, കണ്ടിട്ട് തന്നാ മതി. ഷുവർ. ആന്റി ഇതിപ്പോ എത്ര കാലമായി വാങ്ങിട്ട്? ഇത് 3 മാസം മുമ്പ്. ഞങ്ങൾ എത്ര കാലം അച്ഛൻ്റെ അടുത്ത് ഇതുപോലത്തെ ഒരു ടാബ് വാങ്ങി തരാൻ പറയണു. അച്ഛൻ്റെ കുറച്ച് കാശ് അറിയട്ടെടി, അപ്പൊ അച്ഛൻ മേടിച്ചു തരൂല്ലേ? எதுக்கு அப்பாவை அண்ணாவை எல்லாம் கேக்குற? எடுத்துக்கோ, அவ்வளவுதான். സ്വന്തം എടുത്തോണോ? சொந்தம் எடுத்தோ. ശരിക്കും? ശരിക്കും. ഓക്കെ ആന്റി, പാടി. ചാർജ് ഇല്ല. அத குத்தி போட சொன்னேன்ல, பிளக்ல குத்தி போடு. ചാറി ചാറി താഴത്തേക്കല്ലട
പോണ്ടേ. എങ്ങനെ പോലും ചാടാൻ പറ്റും. എങ്ങനെ പോലും കുഴപ്പമില്ല. ട്രെയിൻ 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 ട്രെയിൻ. ഈ സബ്വേ കൊടുക്ക്, ഇത് കൊടുക്ക്. എടാ ഗോൾഡ് കൂടുതൽ കിട്ടും അതല്ലേ? അതൊന്നും കുഴപ്പമില്ല. എന്താ രണ്ടുപേരുടെയും ഒരു പുതിയ കളിപ്പാട്ടം? ഇത് ടാവാപ്പൂപ്പാ, ഇത് കണകാണ്ടി തന്നെയാ. എന്തിനാ മക്കളെ വെറുതെ അവളെ ബുദ്ധിമുട്ടിച്ചത്? നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരായോ? അപ്പൊ കണിങ്ങാണി സ്നേഹത്തോടെ തന്നെ. എന്നാലും ഒക്കെ ബുദ്ധിമുട്ടായി കാണും. ബുദ്ധിമുട്ടൊന്നുമില്ല, ഭയങ്കര ഹാപ്പിയോടെ ആന്റി തന്നെ. അമ്മ ഇതേ കണിങ്ങാണ്ടി ഞങ്ങൾക്ക് പുതിയ ടാബ് വേണ്ട. രാവാ ആ കൊള്ളാം. ചേട്ടൻ നോക്കണ്ട. എന്താടാ അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്താ നോക്കിയോട്ടാ? ഞങ്ങൾ സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കി, നല്ല അടിപൊളി ടാബ് ആയിട്ടാ. എന്നാലും കൈ തരില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് അടിച്ചു മാറ്റില്ലെങ്കിൽ ചേട്ടൻ സമാധാനം ആവൂലല്ലേ? പിള്ളേരെ ആ ടാബ് ഒന്ന് ചേച്ചി നോക്കട്ടെ. ചേച്ചി ഞങ്ങളിപ്പോ കളിച്ചോണ്ടിരിക്കില്ലേ, വേണമെങ്കിൽ കുറച്ചേരി തരാം. ആ മതി, കുറച്ച് കണ്ടെന്നാ മതി. അല്ലെങ്കിൽ ഇതിലൊക്കെ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്ന കണ്ണിന് കംപ്ലൈന്റ് ആവും. എന്റെ മതിക്ക് ലോക്കൽ ടാബിൽ നോക്കിയാലാണ്. ഇത് നല്ല അടിപൊളി കമ്പനി സാധനമല്ലേ, അതുകൊണ്ട് ഇതിൽ നോക്കി കണ്ണിനൊന്നും പറ്റില്ല. ദേ ലോക്കൽ ടാബ് ആണെങ്കിലും കമ്പനി സാധനം ആണെങ്കിലേ നോക്കിയാ കണ്ണടിച്ചു പോകും കേട്ടാ. ആണോ? പിന്നല്ലാതെ എന്റെ അമ്മ ചേട്ടന് ടാബ് കൊടുക്കാത്തതിനോട് ദേഷ്യം തീർക്കുന്നേ. മക്കളെ ഒന്നുമില്ല, നിങ്ങളുടെ ചേട്ടനല്ലേ, എത്ര നേരമായിട്ടോ ചോദിക്കുന്നു, ഒന്ന് കൊടുത്തേ അങ്ങോട്ട്. എന്താണ് നമ്മൾ ഇത്ര നേരം ഗെയിം കളിക്കുമായിരുന്നില്ലേ, കൊടുക്കാം. അപ്പൂപ്പൻ പറഞ്ഞോണ്ട് മാത്രമാണ് ചേട്ടന് തരുന്നത്. സൂക്ഷിച്ച് ഉപയോഗിച്ചോണം, വില കൂടിയ സാധനമാണ്. നീയൊക്കെ പറയണ കേട്ടോ, ഞാൻ ടാബ് ആദ്യമായിട്ട് യൂസ് ചെയ്യണത്. നീയൊക്കെ ജനിക്കണ മുമ്പ് ടാബിലാണ് കളിച്ച് വളർന്നത്. നീ ജനിക്കുന്നതിന് മുമ്പേ. നീ ജനിക്കുന്ന ഞാൻ ജനിക്കണ മുമ്പ് തമാശ. ചേട്ടാ പെട്ടെന്ന് തിരിച്ചു തരണേ. പോരെ അവിടുന്ന്. ഇതാണ് അവന്റെ കുഴപ്പം, അഹങ്കാരം. ചേട്ടൻ ഞങ്ങള് ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ പെട്ടെന്ന് മേടിച്ചോളൂ. അതെ, ഇതിപ്പോ അവര് കൊടുത്തതും അവന്റെ അഹങ്കാരം കേട്ടാച്ചാ. തരും മക്കളെ, കളയത്തൊന്നുമില്ല. നിങ്ങൾക്കുണ്ട് അഹങ്കാരം. ടാബ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കളിച്ചോണ്ടിരിക്കരുത്. അമ്മ പറഞ്ഞ കണ്ണു പോകും. ചേട്ടാ ചേട്ടാ ചെവിന്ന് സാധനം എടുത്തേ. ആ ടാബിന്റെ ബ്ലൂടൂത്ത് ഒന്ന് ഓണാക്കോ. ഓണാക്ക്. ബ്ലൂടൂത്ത് ഓൺ ആക്കിട്ടെ. HP 27 ആണോ ബ്ലൂടൂത്ത് നെയിം? ഇല്ല അതല്ല അല്ലേ, ചെല്ലം. ചേട്ടാ ഞാൻ അത് 2 ഫയൽ അയച്ചിട്ടുണ്ട്, നോക്കി. ഫയലാ? ആ കിട്ടിയല്ലോ. ഇത് എന്തിന്റെ ഫയലാണ്? നോട്ട്സാ, കാണിച്ചേ. ആ എന്ത് വലിപ്പമാണല്ലേ. ഇത്രയും വലിയ ടാബ് ഉണ്ടായിരുന്നു. ഞാൻ ഈ കുഞ്ഞി ഫോൺ നോക്കി പഠിച്ചോണ്ടിരുന്നേ. മോളെ നമ്പർ ഇറക്കാതെ തിരിച്ചാ. ചേട്ടൻ എന്തിനാ ടാബ്? എനിക്ക് ഡാൻസ് വീഡിയോ കാണാൻ. അത് ചേട്ടൻ ഫോൺ നോക്കി കാണാൻ പാടില്ലേ? ഞാൻ സ്ക്രീൻ ചെറുതില്ലേ, അതുകൊണ്ട് വലുതിരുന്ന കാണണം. നല്ല രസമാണ്, അതിനകത്ത് കുറച്ചും കൂടി ക്ലാരിറ്റി മൂവ്സ് ഒക്കെ ശരിക്കും കാണാൻ പറ്റും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ വല്ല സിനിമാ തിയേറ്ററിൽ പോയിട്ട് കാണുക. അതാകുമ്പോ ഇതിനേക്കാളും വലിപ്പം ഉണ്ടാവും. അയ്യോ എനിക്ക് അത്ര ഫെസിലിറ്റിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ഈ സ്ക്രീനിന്റെ ഈ സ്ക്രീൻ തരാൻ നടക്കില്ല. ഇങ്ങോട്ട് പൂച്ച ഓടണ പോലെ என்ன நடக்குது? என்ன ഇങ്ങ നടக்குது? എന്ത് നടക്കണത്? എന്റെ ടാബ് ഞാൻ ടാബ് നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഇവിടെ തട്ടിപ്പറിച്ചു. ടാബ് കൊണ്ടുവാ. അമ്മയ്ക്ക് എന്തിനാ ടാബ്? അമ്മയ്ക്ക് എന്ത് കാര്യം ഇരിക്കണേ? லிச்சு அம்மாட்ட இப்படி எல்லாம் பேசக்கூடாது. ടാബ് கொடு விஷ்ணு, ടാബ് கொடு. താഴെ ഇവിടെ വന്ന് എന്റെ ഇരിക്കട്ടെ ടാബ്. പ്ലീസ് ഞാൻ ടാബ് ഒന്നും മേടിച്ചതാ. நீங்க இப்படி பண்ணனால தானே அம்மா எடுத்துட்டு போனாங்க. അത് ഈ ചേട്ടൻ കാരണമാണ്. സമാധാനമായില്ലേ നിനക്ക്? சும்மா பேசாம இருங்க. என்னது இது? ഒന്നും മേടിച്ചതാ പ്ലീസ്. മര്യാദക്കായിരുന്നു വീഡിയോ കണ്ടോണ്ടിരുന്നത്. எனக்கு ஒண்ணும் பண்ண முடியாது. ആന്റി പ്ലീസ് ആന്റി. ஐயோ எனக்கு கேட்க முடியாது. ആന്റി പ്ലീസ് പ്ലീസ് நீங்க இப்படி பண்ணினனால தானே அம்மா அப்படி பண்ணாங்க. எனக்கு എനിക്ക് പഠിക്കാൻ ഞാൻ ചോദിക്കില്ല. ഇതാരി കിടക്കണം വാവാവോ എന്ന് പറഞ്ഞിട്ട് മദാമയാ. ഈ കാലൊക്കെ എന്തെങ്ങനെ വെച്ചിരിക്കണേ പാറുകുട്ടി? കാലെന്തിനാ ഇങ്ങനെ വെച്ചിരിക്കണേ? വലിയ ആളാ?
കാലെന്ത് ഇങ്ങനെയൊക്കെ വെച്ച് കിടക്കുന്നത്? മതാമേ ഇത് കാറ്റുവെള്ളം കിടക്കുക ബീച്ചില്. പാറുവേ കാറ്റുവെള്ളം കിടക്കണ ബീച്ചില്. എന്നാ പിന്നെ കാലൊക്കെ ആട്ടിക്കിടക്ക്. ഇങ്ങനെ 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 ആട്ടിക്കിടക്ക്. ആട്ടിക്കോ, ഇങ്ങനെ കാട്ടിക്കിടക്ക്. ആട്ടി. ഇങ്ങനെ ആട്ടെ. ഒന്നുകൊണ്ട് കയറ്റി വെച്ചോ. കയറി കിടന്ന് ഇങ്ങനെ. അയ്യാ, എങ്ങനെ വെച്ചാ കാല്? എങ്ങനെ പോലും കാല് വെച്ചാൽ എങ്ങനെയായിരുന്നു നേരത്തെ? രാരാരോ രാരാരോ അമ്മൻ്റെ മോളാരാരോ, രാരാരോ അമ്മൻ്റെ മോളാരാരോ, അമ്മൻ്റെ ഏതെങ്കിലും ഒരു കാര്യം മോളിൽ വേണമല്ലേ അപ്പൊ കിടക്കണമെങ്കിൽ? അണ്ണി ഇവക്ക് സപ്പോർട്ട് പറയാൻ വന്നതാ? കനകാന്റി എന്തിനാ എനിക്ക് സപ്പോർട്ട് പറയാൻ വന്നേ? പിന്നെ നീ എന്തിനാ ഇവളുടെ പുറകെ കിടക്കണേ? അതിനെ കൂട്ടു വന്നല്ലേ. അശ്യോ, അപ്പൊ നിനക്ക് ഇങ്ങോട്ട് വരെങ്കിൽ ഇവളുടെ കൂട്ട് വേണം അല്ലേ? അല്ലമ്മ, അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. അയ്യോ, എന്താണോ? ഞാൻ മറ്റു 3 പിള്ളേരെ പോലെ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കാണാനോ അല്ല ടാബ് ഉപയോഗിച്ചത്. പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മ, വിദ്യയുടെ വിശാലമായ ലോകത്തേക്ക് അറിവ് പകരാൻ വന്ന ഒരു കെടാ വിളക്കിനാണ് അമ്മ തട്ടിപ്പറിച്ചുകൊണ്ട് പോയത്. ഇത് ഏത് നാടകത്തിലെ ഡയലോഗ് ചേച്ചി? നാടകത്തിലെ ഡയലോഗല്ല, എന്റെ ജീവിതത്തിലെ ഡയലോഗാ പറഞ്ഞത്. രണ്ടും കൂടി ഇങ്ങോട്ട് വന്നത് എന്തിനാണാവോ? ഞങ്ങൾക്ക് എങ്ങനെയാ ചേച്ചി വരാതിരിക്കാൻ പറ്റുക? മര്യാദയ്ക്ക് ഗെയിം കളിച്ചോണ്ടിരുന്ന ഞങ്ങള്. അപ്പൊ ഞങ്ങളുടെ നിന്ന് ടാബ് വാങ്ങിക്കൊണ്ട് പോയപ്പോഴേ ഞങ്ങളൊരു അപകടം മനസ്സതാ. ടാബ് തിരിച്ചു തന്ന പ്രശ്നം തീരുമല്ലോ. ടാബ് തിരിച്ചു തന്നാ പ്രശ്നം മാറും അല്ലടാ? തീരും. അമ്മ, ഇത് കണ്ട രണ്ടും കൂടെ വന്ന് നിക്കണണ്ട. ടാബിങ് താമ. ടാബ് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നാ നിങ്ങൾ നേരത്തെ അടി കൂടിയതുപോലെ വീണ്ടും അടി കൂടും. അപ്പൊ ഞാൻ വീണ്ടും ഓടി വരേണ്ടി വരും. എന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എനിക്ക് ഓടാൻ വയ്യ. അമ്മ ചുരുക്കി കാര്യം പറ, ഞങ്ങക്ക് തരൂല്ലേ? പഴയതുപോലെ എനിക്ക് ഓടാൻ വയ്യ, ആരോഗ്യം ഇല്ല. അതുകൊണ്ട് അത്ര തന്നെ. തരൂല്ലേ? ഇല്ല. അപ്പൊ ഇനി ചുരുക്കം പറഞ്ഞവിടെ നിന്നിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല. ബാബുവാ ചേച്ചി, ഒന്ന് കണ്ട് കൊതിയിടുന്നതിന് മുമ്പ് ഞങ്ങളുടെ ടാബിനെ ചേച്ചി ഓർമ്മയാക്കി കളഞ്ഞല്ല. സോറിയടാ. സോറി, അത് ചേച്ചി വെച്ചാ മതി. കനകാന്റി, ഇനി ആ ബാഗിൽ വേറെ വല്ല ടാബ് ഇരിപ്പുണ്ടോ? ടാബില്ല, അരിമുറുക്ക് ഇருக்கு. അതെ, എടുത്തു കൊടുക്ക്. കുത്തി കളിക്കട്ടെ, അല്ല ഒടിച്ച് കളിക്കട്ടെ. അമ്മ, ടാബ് താമ പഠിക്കാൻ വേണ്ടിട്ടല്ലേ അമ്മ? ഇത്രയും കാലം പഠിച്ചത് ടാബ് നോക്കിയായിരുന്നോ? ഫോണില് അല്ലേ? അപ്പൊ ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയട്ടെ, ആ ഫോണും കൂടെ മാറ്റി വെച്ചിട്ട് പുസ്തകം എടുത്തിരുന്ന് പഠിക്കും. അമ്മ പ്ലീസ് അമ്മ. പോങ്ങോട്. കനകാന്റി ഒന്ന് പറ. നിന്നെ വേണം പറയാൻ, മിണ്ടാതെ പോയിക്കോ. ആഹാ, നീയും ഇതിനകത്ത് കളി തുടങ്ങിയോ? കുക്കറി ഷോ അച്ഛാ. കുക്കറി ഷോ? ഇതൊരു പുതിയ ഐറ്റം കണ്ട, ചിക്കൻ അവിയൽ. എന്തോന്ന്? ചിക്കൻ അവിയൽ? ചിക്കൻ അവിയൽ? ചിക്കനും അവിയലിന്റെ കഷ്ണങ്ങളും ചേർത്തിട്ട് ഒരു കറി. ഇതൊക്കെ ആര് കഴിക്കാനാ മോളെ? ആര് കഴിക്കാനാണ് അച്ഛൻ നോക്കിയിരുന്ന് കഴിക്കണത്? അത് ഉണ്ടാക്കിയവര് തന്നെ കഴിക്കേണ്ടി വരും. ഞാൻ എന്തായാലും ഒന്ന് പരീക്ഷിക്കുന്നുണ്ട്. വേറൊരു ഐറ്റം ഉണ്ട് അച്ഛാ, എന്താ കാണിച്ചു തരാം. ഇതുണ്ടാ, പൈനാപ്പിൾ കൊണ്ടൊരു ഫിഷ് കറി. നിനക്ക് വേറെ ഒരു പണിയില്ലേ? ഇതൊക്കെ പഠിക്കണ നല്ലല്ലേ അച്ഛാ? ഇടയ്ക്കിടയ്ക്ക് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഓ, ഉണ്ടാക്കി കൊടുക്കാം. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ഇരുന്ന് പഠിക്ക്, ഞാൻ അങ്ങോട്ട് ഇറങ്ങിട്ട് വരാം. അച്ഛനോട് പോണു? പുറത്ത് വരെ പോയിട്ട് വരാം. വെറുതെ പോവാ? വെറുതെ ജംഗ്ഷൻ വരെ. മോക്ക് വല്ല വാങ്ങിക്കണോ? എനിക്കൊന്നും വാങ്ങണ്ട. അല്ല, അച്ഛന് ചായ കുടിക്കാനാണ് ഞാൻ ഇട്ടുതരാം ചായ. ചായയൊക്കെ ഉണ്ടാക്കി വെക്കാം, ഞാൻ അന്നേരത്തേക്ക് വരാം. കണ്ട് പഠിക്കുക കേട്ടാ. അച്ഛനാണോ ചിക്കൻ അവിയല്? അയ്യോ, ഈ വേണ്ട മോളെ, വെറുതെ വയറ് ചീത്തയാക്കണോ? വയറൊന്നും ചീത്താവുന്നില്ല. പാത്രം മൊത്തം കഴുകി വെച്ചമ്മ. നന്നായി. പിന്നെ ഞങ്ങളുടെ മുറിയും അച്ഛൻ്റെ അമ്മയുടെ മുറിയും പിന്നെ അച്ഛന്റെ വർക്ക് റൂമും മൊത്തം ക്ലീൻ ആക്കി. ആണോ? അത് നന്നായി. ഇനി വേറെ വല്ല ജോലി ഉണ്ടോ? ഒരു ഉപകാരം ചെയ്യോ? എന്താ അമ്മ? ഒന്ന് പോയി തരുമോ? അപ്പൊ അമ്മ ടാബ് അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ അടുത്ത് ഇത്രയും നാടകം ചെയ്തല്ലേ? എന്തിനും നിങ്ങളുടെ അടുത്ത് എനിക്ക് നാടകം കളിക്കേണ്ട ആവശ്യം? പോ ചെല്ല്. ഒന്ന് താമ്പോ ഞാൻ പോയി പഠിക്കട്ടെ. നീ പോയി പഠിച്ചോ, ഞാൻ പഠിക്കണ്ടെന്ന് പറഞ്ഞാ? ഇതുണ്ടെങ്കിലേ നീ പഠിക്കുള്ളോ? അമ്മ, ടാബ് ആകുമ്പോഴത്തേക്ക് വലിയ സ്ക്രീൻ ആണല്ലോ, അപ്പൊ പഠിക്കാനൊക്കെ സുഖമാണ്, കണ്ണിനും കുഴപ്പമുണ്ടാവൂല. ഇപ്പൊ കണ്ണിന് എന്തിനും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പോയി പഠിച്ചോ, ടാബ് ഇല്ലാണ്ട് പഠിച്ചാ മതി. 10 മിനിറ്റ് അമ്മ. ഓടി വന്ന്. ഓ, ടാബ് ഉണ്ടെങ്കിലേ പഠിക്കുള്ളൂ. ഇതിന് കാണുമ്പോ അങ്ങ് പുതുമയാ.
ഇതൊന്നും ഞാനൊന്നും ഉപയോഗിച്ചിട്ട് പോലുമില്ല. ഞാൻ ആദ്യം പഠിക്കട്ടെ. ഓ, ചെമ്മീൻ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അവള് വിടുമ്പോ അമ്മ എന്റെ കാര്യം ഒന്ന് ആലോചിക്ക്. ഞാൻ തന്നെ നിന്റെ കാര്യം ആലോചിക്കണേ. എന്തോ നമ്മ ടാബും താമ ടാബ് വരൂല. പാറു പാറു ആ ടാബ് ഒന്ന് തരാൻ പറ. അമ്മ ഈ 24 മണിക്കൂർ കുക്കർ ഷോ കാണാനേ അമ്മ വല്ല ഹോട്ടലിൽ തുടങ്ങാൻ പോകണ്ടോ? ഇല്ലടി, ഞാൻ കാറ്ററിംഗ് സർവീസ് തുടങ്ങാൻ പോവാ. എന്താ വരണണ്ടാ? നമുക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ? എന്റെ അടുക്കള പണിയൊക്കെ അവള് ചെയ്ത് തീർത്ത്. ജോലി ചെയ്താലേ ഇങ്ങനെ ടാബ് കിട്ടുമെന്ന് വെച്ച് ചെയ്തതാ. അവസാനം മനുഷ്യനെ നടുവൊടിഞ്ഞ് അടുക്കളപ്പണി ചെയ്ത്. വല്ലപ്പോഴും അടുക്കളപ്പണി ചെയ്താലേ നടു ഒടിയും. ഇങ്ങനെ ഒരു പണിയും ചെയ്താൽ ടാബും കുത്തിക്കൊണ്ടിരുന്ന നടു ഓടിയും. അല്ല പാറുക്കുട്ടി, അങ്ങനെ വെറുതെ ഇരുന്ന ഓടിയുന്ന നടു അല്ലടാ എന്റെ നടു. പടവലത്തിരുന്ന് കൊണ്ടുവന്ന ചക്ക വെട്ടലാം. എന്റെ പൊന്നു കൊച്ച, ആ ചക്ക എവിടെയെങ്കിലും മാറ്റി വെക്ക്, പിന്നെ വെട്ടലാം. അയ്യോ അമ്മയ്ക്ക് ഇപ്പൊ ഒന്നിനും വയ്യ. ദേ കുക്കർ ഷോ കാണുക പാവം. ഇവിടെ ഒറ്റടുത്താണ് കാരണം. ഞാനെന്താ ചെയ്തടാ? എടേ നീ മുടിഞ്ഞെ ഇത് കൊടുത്തോണ്ടല്ലേ ഇത്ര പ്രശ്നം ഉണ്ടായത്. ശരി, ഞാൻ മുടിയൻ ചെണ്ടയില് ടാബ് കൊടുത്തു. ഇവർ തമ്മിൽ വഴക്കിട്ടതും അവ ടാബ് വാങ്ങി വെച്ചതും ഇപ്പൊ തരാത്തൊക്കെ ഞാൻ കാരണം. നീ കാരണം തന്നെ. നീ നമ്മുടെ വെച്ചാൽ നീ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നല്ല. എന്റെ ഒരു വിധി. ഒന്നും മിണ്ടാതിരിക്കാം, ഒന്നത് കേക്കട്ടെന്ന്. പോയോട്. എന്നാ 2 ചെവിയിലെടുത്ത് ഇയർഫോൺസ് എടുത്ത് പ്ലഗിൻ ചെയ്യാൻ പാടില്ലേ? 2 ചെവി വെച്ചാൽ നീയൊക്കെ പറഞ്ഞ എങ്ങനെയാ കേൾക്കണം? കേക്കണ്ട. ഇതാണ് അതിനെങ്ങോട്ട് ബെസ്റ്റ്. കേക്കണ്ട. ടാബും താമ തരില്ല. ഞാൻ കുറെ ചോദിച്ചതാ മോളെ, കിട്ടൂല. ടാബ് ചാർജ് ചെയ്യാൻ വെച്ചപ്പോഴത്തേക്ക് അത് അടിച്ചിട്ട് മാറ്റിയ. നീ ആള് കൊള്ളാല. എന്താണ്? ഞാൻ ടാബ് ചാർജ് ചെയ്യാൻ വെക്കാൻ കാത്തിരുന്നല്ലേ അടിച്ചു മാറ്റാൻ. അയ്യോ ഞാൻ ടാബ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ആരെടുക്കാൻ? നീ അല്ലാതെ. അമ്മ വിഷ്ണു ചേട്ടനോട് ചോദിച്ചു നോക്ക്. വിഷ്ണു, വിഷ്ണു ചേട്ടാ, എന്താ ടാബ് താ. ഏത് ടാബ്? ഇവിടെ ഏത് ടാബാ ഉള്ളത് ഇപ്പൊ? അമ്മന്റെ ഉണ്ടായിരുന്ന ടാബ്. അതിങ്ങെടുക്ക്. എന്റെ ഒന്നുമില്ല അമ്മ, ഞാൻ സത്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല. ഇവരെ തോക്കി ഇവരെടുത്തിട്ടുണ്ടാവും ചിലപ്പോ. കേശു, അയ്യോ അമ്മ, ഞങ്ങൾക്ക് ചേട്ടൻ പറഞ്ഞ തന്നെ പറയാവുള്ളൂ. ഞങ്ങൾ എടുത്തിട്ടില്ല. നോക്കണ്ട, ഞാനും എടുത്തിട്ടില്ല. ഞാൻ എടുത്തിട്ടില്ല. സത്യമായിട്ട് അമ്മ ഞാൻ എടുത്തിട്ടില്ല. അമ്മയാണ് സത്യം. അതെ. നിങ്ങൾ 4 പേരും അല്ലെങ്കിൽ പിന്നെ ഈ ടാബ് ആരെടുക്കാനാ ഇവിടെ? ഒരു കാര്യം ചെയ്യും, പാർക്കുട്ടീനെ അന്വേഷിക്കാൻ വിടും. അവൾ 5 മിനിറ്റ് സാധനം എത്തിക്കും. ടാബ് കണ്ടുപിടിക്കാൻ എനിക്ക് പാർക്കുട്ടിയുടെ ആവശ്യമൊന്നുമില്ല. 5 അല്ല 2 മിനിറ്റ് കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചോളാം. എന്തായാലും ഞാൻ എടുത്തിട്ടില്ല. ഞാനും എടുത്തിട്ടില്ല. ഞാനും എടുത്തിട്ടില്ല. കനകം, ആ ടാബ് കണ്ടായിരുന്നോ? இதுதானே. ഇത് നിന്റെ ഇരിക്കായിരുന്നു, അതിങ്ങെടുക്ക്. வேண்டாம் அண்ணி, இந்த டேப் வந்ததிന് ശേഷം இங்க ஃபுல்லா ப்ராப்ளம்ஸ். அதுக்கு முன்னாடி ரொம்ப ஜாலியா இருந்தது. அதனால இது வேண்டாம் அண்ணி. അത് ആന്റി പറഞ്ഞത് ശരിയാ. നേരത്തെ മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചുകൊണ്ട് ഇന്നവരൊക്കെ ഇപ്പൊ ടാബിൽ നോക്കി സംസാരിക്കണം. അത് ശരിയാണ്. അമ്മ നേരത്തെ ഓടി ചാടി പണിയെടുത്തോണ്ടിരുന്ന, ഇപ്പൊ ടാബ് വന്നപ്പോ മടിച്ചേ. ചുരുക്കം പറഞ്ഞ ടാബാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. அதனால நானே கொண்டு வந்த ப்ராப்ளத்தை ഞാനേ കൊണ്ടുപോறேൻ. അമ്മ എന്തായാലും കനകാൻ്റെ ഒരു ടാബിൽ നോക്കിയിട്ട് കുറെ കുക്കിങ്ങിന്റെ വീഡിയോ ഒക്കെ കണ്ടല്ലോ. അപ്പൊ പുതിയ കുറെ ഐറ്റംസ് ഒക്കെ പഠിച്ചില്ലേ? ഉണ്ടാക്കി തരൂ.